നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ മുളങ്ങുന്നത്തുകാവിൽ സ്പെയർ പാർട്ട് ഗോഡൌണിൽ വൻ അഗ്നിബാധ. വെൽഡിംഗ് തൊഴിലാളിയായ പാലക്കാട് നെന്മാറ സ്വദേശി മരിച്ചു. തീ നിയന്ത്രണ വിധേയമായത് 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിൽ. ഷോർട്ട് സർക്യൂട്ട് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോടികളുടെ നഷ്ടം സംഭവിച്ചതായി വിലയിരുത്തൽ. +1 സീറ്റ് വിഷയത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും 4000-ലേറെ വിദ്യാർത്ഥികൾക്ക് ജില്ലയിൽ +1 പ്രവേശനം ലഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പരസ്പര വിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമെന്നും ആക്ഷേപം. BMBC നിലവാരത്തിൽ 6 വർഷം മുമ്പ് നവീകരിച്ച ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ. നിർമ്മാണത്തിലെ അപാകത തകർച്ചയ്ക്കു കാരണമെന്ന് ആക്ഷേപം. 6 വർഷം കൊണ്ട് തത്തംകോട് സെന്ററിലെ കൾവർട്ട് തകർന്നതായും പല ഭാഗത്തും റോഡ് വിണ്ടുകീറിയതായും സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുന്നതായും പരാതി. വാർത്തകൾ വിശദമായി. തൃശൂർ മുളങ്ങുന്നത്തുകാവിൽ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. പാലക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു. വെൽഡിംഗ് തൊഴിലാളിയായ പാലക്കാട് നെന്മാറ സ്വദേശി ലിബിനാണ് മരിച്ചത്. തൃശൂർ ഉൾപ്പെടെയുള്ള നിലയങ്ങളിൽ നിന്ന് 7 ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി രാത്രി ഏറെ വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ ഓട്ടോനിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് ഇന്നലെ വൈകിട്ട് 7:30-യോടെ തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിലെ തൊഴിലാളികൾ പോയ ശേഷം കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായി എത്തിയ വെൽഡിംഗ് തൊഴിലാളികളാണ് ആദ്യം തീപിടിച്ച കാര്യമറിഞ്ഞത്. പാലക്കാട് നെന്മാറ സ്വദേശിയായ ലിബിൻ അടക്കമുള്ളവർ ആദ്യം വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ സമയത്ത് വലിയ പൊട്ടിത്തെറിയോടെ തീ ആളിപ്പടരുകയായിരുന്നു. സുഹൃത്തുക്കൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടെങ്കിലും കെട്ടിടത്തിനുള്ളിൽ ലിബിൻ കുടുങ്ങി. അപകടത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നടക്കമുള്ള 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ രാത്രി ഏറെ വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ സമയത്ത് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ലിബിൻ മരിച്ചിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ലിബിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോടികളുടെ നഷ്ടം സംഭവിച്ചതായാണ് വിലയിരുത്തൽ. കോഴിക്കുന്ന് സ്വദേശികളായ സഹോദരങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും +1-ന് സീറ്റ് കിട്ടാതെ ജില്ലയിൽ 4000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിലും പുറത്തും നടത്തുന്നത് തെറ്റായ വാദങ്ങളാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ ആരോപിച്ചു. ഹയർ സെക്കൻഡറിക്ക് എത്ര സീറ്റുണ്ടെന്നും എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടിയില്ലെന്നുമുള്ള യഥാർത്ഥ കണക്ക് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മറച്ചുപിടിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് സമരക്കാർ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് ആബിദ് വല്ലപ്പുഴ, ഫിറോസ് എഫ് റഹ്മാൻ, റഷാദ് പുതുനഗരം, റസീന ആലത്തൂർ, ത്വാഹ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുതിർന്ന CPM നേതാവ് മുള്ളൂർക്കര ഇരുനിലംകോട് അപ്പാട്ട് വീട്ടിൽ A. പത്മനാഭൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 15 വർഷത്തോളം വരവൂർ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ ഭരണരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. 25 വർഷം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരിയും മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്നു. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും നേതൃനിരയിലുണ്ടായിരുന്ന A. പത്മനാഭൻ നിരവധി സമര പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. മൃതദേഹം CPM തൃശൂർ DC ഓഫീസിലും വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിനു ശേഷം ഇരുനിലംകോട് വസതിയിലെത്തിക്കും. സംസ്കാരം നാളെ. ഭാര്യ പാർവതി, മക്കൾ അജയ്കുമാർ, പ്രമീള, അനിൽകുമാർ, അനീഷ് കുമാർ. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ. BMBC നിലവാരത്തിൽ നവീകരിച്ച റോഡാണ് പണി പൂർത്തിയായി 6 വർഷം പിന്നീട് മുൻപ് തകർച്ചയിലായത്. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C. ബിജു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാലത്തൂർ, കാരക്കാട്, കല്ലിപ്പാടം, കവളപ്പാറ നിവാസികളും വാണിയംകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി, മാന്നന്നൂർ, കൂനത്തറ നിവാസികളും ഗതാഗതത്തിന് ആശ്രയിക്കുന്ന റോഡാണിത്. കൂനത്തറ മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പൊതുമരാമത്ത് റോഡ് നിരവധി പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് 2016-2017 വർഷത്തിൽ BMBC നിലവാരത്തിൽ നവീകരിച്ചത്. നിർമ്മാണ സമയത്ത് ചുടുവാലത്തൂർ പാലം മുതൽ കമ്പനിപ്പടി വരെയും കൂനത്തറ പാടത്തും
സംരക്ഷണ ഭിത്തികളും കവളപ്പാറ UP സ്കൂളിന് മുന്നിൽ അഴുക്കുചാലും കാരക്കാട് തത്തങ്കോട് സെന്റർ മുതൽ കമ്പനിപ്പടി വരെ ഡ്രെയിനേജും നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. തത്തങ്കോട് സെന്ററിൽ കോൺക്രീറ്റ് കൾവർട്ട് നിർമ്മിക്കാതെ AC പൈപ്പ് വച്ച് ഓവിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ഓവർസിയറോട് ജനങ്ങൾ പ്രതിഷേധമറിയിക്കുകയുണ്ടായി. കോൺക്രീറ്റ് കൾവർട്ട് വേണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം. നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പൈപ്പ് താഴ്ന്ന് വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ചാട്ടം തുടങ്ങിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ചും അന്ന് PWD അധികൃതർക്ക് പരാതി നൽകിയതാണ്. ഭാരം കയറ്റിയ വാഹനങ്ങൾ തുടർച്ചയായി പോകുന്ന റോഡ് നിർമ്മാണം പൂർത്തിയായി 6 വർഷം പിന്നിടും മുമ്പേ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. തത്തങ്കോട് സെന്ററിലെ കൾവർട്ട് തകർന്നു കഴിഞ്ഞു. തോട്ടുപാലം വരെ റോഡ് വിണ്ടുകീറിയിട്ടുണ്ട്. സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. 2017 റോഡിൻ്റെ ഉദ്ഘാടനം നടന്നത്. കൂനത്തറയിൽ കൾവർട്ടും സംരക്ഷണ ഭിത്തിയും ഉദ്ഘാടനത്തിന് പിറകെ തകർന്നിരുന്നു. ഇത് PWD നവീകരിക്കുകയുണ്ടായി. നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയാണ് റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C. ബിജു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് പരാതി നൽകിയിട്ടുണ്ട്. റോഡ് അടിയന്തരമായി നവീകരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു. ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായത്. തത്തങ്കോട് സെന്ററിലെ കൾവർട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നും റോഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃപ്പാളൂരിൽ വൻ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 9 ലിറ്റർ മദ്യവുമായി കാവശ്ശേരി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. കാവശ്ശേരി ചൂണ്ടക്കാട് പാറപ്പുറം വീട്ടിൽ 42 വയസ്സുള്ള ഫൈസലിനെയാണ് കുഴൽമന്ദം എക്സൈസ് റേഞ്ച് പാർട്ടി പിടികൂടിയത്. കുഴൽമന്ദം എക്സൈസ് റേഞ്ച് പാർട്ടി തൃപ്പാളൂർ കരയിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 9 ലിറ്റർ മദ്യം പിടികൂടിയത്. സംഭവത്തിൽ കാവശ്ശേരി ചൂണ്ടക്കാട് സ്വദേശി പാറപ്പുറം വീട്ടിൽ 42 വയസ്സുള്ള ഫൈസലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് മദ്യം കടത്തിയ ഇരുചക്ര വാഹനം സഹിതം ഫൈസലിനെ പിടികൂടിയത്. മുൻ അബ്കാരി കേസ് പ്രതി കൂടിയാണ് ഫൈസൽ. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V. റോബർട്ടിന്റെ നിർദ്ദേശപ്രകാരം തൃപ്പാളൂർ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P. സന്തോഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ VS ബാബു, AB സന്ദീപ്, P. രതീഷ്, ഡ്രൈവർ A. ഹാരിസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഈ വർഷത്തെ മികച്ച മത്സ്യകർഷകനുള്ള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം നേടി പ്രവാസി കൂടിയായ മുള്ളൂർക്കര സ്വദേശി KK മരക്കാർ. ദേശീയ മത്സ്യ കൃഷി ദിനത്തിൽ 28 വർഷത്തെ പ്രവാസി ജീവിതത്തിനു ശേഷം നാട്ടിലെത്തി ആരംഭിച്ച മത്സ്യകൃഷിയിലും നൂറുമേനി വിജയം കൊയ്ത KK മരക്കാർ എന്ന നാട്ടുകാരുടെ സ്വന്തം തങ്കക്കായിയെ നമുക്ക് പരിചയപ്പെടാം. മുള്ളൂർക്കര ഇരുന്നലങ്കോട് കുന്നത്ത് പീടികയിൽ KK മരക്കാർ എന്ന 65-കാരൻ നാട്ടുകാർക്ക് സ്വന്തം തങ്കക്കായിയാണ്. ദേശീയ മത്സ്യകൃഷി ദിനത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ മികച്ച മത്സ്യകർഷകനുള്ള പുരസ്കാരം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഏറ്റുവാങ്ങുമ്പോൾ തൻ്റെ പ്രവാസി ജീവിതത്തിലെ പൊള്ളുന്ന വെയിലോർമ്മകളിൽ നിന്ന് പ്രത്യാശയുടെ തണൽ വഴികളിലേക്ക് നടന്നുകയറിയതിൻ്റെ നിർവൃതിയിലാണ് KK മരക്കാർ. ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിലെ നജീബിനെ വായിച്ചറിഞ്ഞതിനു ശേഷമാണ് പ്രവാസ ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത്. നജീബിനോളം തന്നെ പ്രതിസന്ധി ഘട്ടം നിറഞ്ഞതാണ് KK മരക്കാറിൻ്റെ പ്രവാസി ജീവിതവും. 1981 KK മരക്കാർ ഗൾഫിലെത്തുന്നത്. സൗദിയിലെ അഫാർ അൽബത്തീൻ എന്ന പ്രദേശത്തെ കടയിൽ ജീവനക്കാരനായാണ് എത്തിയതെങ്കിലും മരുഭൂമിയിലെ കനത്ത ചൂടിൽ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കാനും കൃഷി ചെയ്യാനുമായിരുന്നു KK മരക്കാരനെ അറബി നിയോഗിച്ചത്. കൃത്യമായി ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ഇല്ലാതെ കടന്നുപോയ ദിവസങ്ങളേറെയാണെന്ന് മരക്കാർ പറയുന്നു. കടുപ്പം നിറഞ്ഞ 28 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി ഇനി എന്തു ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് മത്സ്യകൃഷി എന്ന ആശയം ഉദിക്കുന്നത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ മത്സ്യകൃഷി കോർഡിനേറ്റർ ഡോക്ടർ KM അബ്ദുൾ സലാമിൻ്റെ മാർഗനിർദ്ദേശത്തോടെയാണ് മരക്കാർ മത്സ്യകൃഷി തുടങ്ങുന്നത്. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് പ്രവാസി ജീവിതമായിരുന്നു. അവിടെ വളരെ കഷ്ടപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കും പിന്നെ തുടർന്ന് ചെറിയൊരു കടയും ഇടാനായിട്ട് 28 കൊല്ലം അവിടെ നയിച്ചു. പിന്നീട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കാലിൻ്റെ മുട്ടുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിൽ വന്ന് പിന്നെ അതിൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു കൃഷി
പദ്ധതി ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ കൂറ്റായ സലാം നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്ത് ഇതിലേക്ക് ക്ഷണിച്ചു. 100 മേനി വിജയം കൊയ്ത മത്സ്യകൃഷിക്കൊപ്പം കെ മരക്കാർ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. അറബിക്കഥ സിനിമയിൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശ്രീനിവാസൻ കഥാപാത്രം ക്യൂബ മുകുന്ദൻ പറഞ്ഞതുപോലെ അധ്വാനിക്കാൻ മനസ്സുള്ളവന് എവിടെയും പൊന്നു വിളയിക്കാനാകുമെന്നാണ് കെ മരക്കാറും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാല കഥാപ്രസംഗ കുലപതി വി സാംബശിവനെ അനുസ്മരിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ത്യയിൽ ഗാന്ധിയൻ സത്യാഗ്രഹ സമരം ശേഷം ഗാന്ധിയൻ സത്യാഗ്രഹ സമരം ആദ്യം വിജയിപ്പിച്ചത് വൈക്കത്താണ് പരീക്ഷിച്ച് വിജയിച്ചത് സത്യാഗ്രഹം. അന്ന് ഗാന്ധിജി വന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഒരുമിച്ച് നടത്തിയ സമരം. ശ്രീനാരായണ ഗുരു നേരിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ സമരം. അന്ന് ഗുരു ആ വഴി പോയപ്പോൾ വൈക്കത്തെ ചുറ്റുമുള്ള വഴിയിലൂടെ പട്ടിക്ക് പൂച്ചയ്ക്ക് നടക്കാം, പക്ഷെ ശ്രീനാരായണ ഗുരുവിന് നടക്കാൻ പാടില്ല. ഇത് മടക്കി വെച്ചു. ഒറ്റപ്പാലം JRJ കോംപ്ലക്സിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണിയമ്മ എഴുതിയ കവിതാ സമാഹാരം പഴുക്കടക്ക TVM അലിക്ക് നൽകി പ്രകാശനം ചെയ്തു. സർവോദയം രാമചന്ദ്രൻ നായരുടെ ആത്മകഥാ പുസ്തകം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയന് നൽകി പ്രകാശനം ചെയ്തു. വായനശാല സെക്രട്ടറി IM സതീശൻ, വികസന സമിതി ചെയർമാൻ PV ഹംസ, P പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു. MP സുബിത പ്രാരംഭഗാനം ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കണിയമ്പുറം പനമണ്ണ പാതയിലെ തോട്ടുപാലത്തിന്റെ തകർന്ന കൈവരികൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് കൈവരികൾ മാറ്റിസ്ഥാപിക്കുന്നത്. ഇരുമ്പ് പൈപ്പുകൾ വെൽഡ് ചെയ്തുറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചത്. 2 ദിവസം കൊണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാകും. തുടർന്ന് താഴെ കോൺക്രീറ്റ് ചെയ്ത് കൂടുതൽ ബലപ്പെടുത്തും. 2 ദിവസം മുമ്പ് അപകട സൂചനാ ബോർഡും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പാലം സന്ദർശിച്ചു. പാലത്തിൽ അപകടങ്ങൾ പതിവായതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തകർന്ന കൈവരികൾ മാറ്റി സ്ഥാപിക്കുന്നത്. പാലത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം BJP സമരം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 10 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന പെരുമോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ പരുത്തിപ്പുള്ളി കുത്തലക്കാട് കാളികാവ് റോഡിലെ കുഴികളടച്ചു. STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ താൽക്കാലിക നടപടി സ്വീകരിച്ചത്. 10 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന പരുത്തിപ്പുള്ളി കുത്തലക്കാട് കാളികാവ് റൂട്ടിൽ താൽക്കാലികമായി കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി. 15 വർഷം മുൻപ് ടാറിംഗ് നടത്തിയ റോഡ് യാത്രായോഗ്യമല്ലെന്ന് കാണിച്ച് STV നൽകിയ വാർത്തയെ തുടർന്നാണ് 3-ാം വാർഡ് അംഗം ER രാമദാസിന്റെ നേതൃത്വത്തിൽ കോറി വേസ്റ്റും മെച്ചിലും നിർത്തി താൽക്കാലികമായി കുഴിയടച്ചത്. ഇതുവഴിയുള്ള യാത്രാ ദുരിതം പരിഗണിച്ചാണ് താൽക്കാലികമായുള്ള കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയതെന്നും 2 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് റീടാറിംഗ് നടത്താൻ PP സുമോദ് MLAയുടെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഉറപ്പു തന്നതായും പഞ്ചായത്ത് അംഗം ER രാമദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തനത്തിൽ സമയോചിതമായി ഇടപെട്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിച്ചു. ഡിവിഷൻ തല സുരക്ഷാ അവലോകന യോഗവും ഇതോടനുബന്ധിച്ച് നടന്നു. KSEBയുടെ സ്കൂൾ തല സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്ത് അപകട രക്ഷാപ്രവർത്തനത്തിൽ സമയോചിതമായി ഇടപെടൽ നടത്തി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പത്തിരിപ്പാല പേരൂർ ASB സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋതിക് സ്കൂൾ തല ക്ലാസുകൾ നടത്തി വിദ്യാർത്ഥികളെ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ P പ്രേമകുമാരൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരായ റജുല, സെൽവരാജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ K പ്രേമകുമാരൻ, അനീഷ്, ജലീൽ, വിവിധ സംഘടനാ പ്രതിനിധികളായ P നിത്യ, V മുരുകൻ, MC ആനന്ദൻ, ജനാർദ്ദനൻ, P പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ആ കുട്ടിയുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടിലേക്ക് കിട്ടുക. അതേപോലെ തന്നെ ഈ നിരീക്ഷണ പാഠം എന്ന് പറഞ്ഞത് നമ്മളുടെ ദൈവം കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് അപകടത്തിനെയും തരണം ചെയ്യുന്നതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ മതി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ മുളങ്ങുന്നത്തുകാവിൽ സ്പെയർ പാർട്ട് ഗോഡൌണിൽ വൻ അഗ്നിബാധ. വെൽഡിംഗ് തൊഴിലാളിയായ പാലക്കാട് നെന്മാറ സ്വദേശി മരിച്ചു.
തീ നിയന്ത്രണ വിധേയമായത് 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിൽ. ഷോർട്ട് സർക്യൂട്ട് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോടികളുടെ നഷ്ടം സംഭവിച്ചതായി വിലയിരുത്തൽ. +1 സീറ്റ് വിഷയത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും 4000-ലേറെ വിദ്യാർത്ഥികൾക്ക് ജില്ലയിൽ +1 പ്രവേശനം ലഭിച്ചിട്ടില്ലെന്ന് നേതാക്കൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പരസ്പര വിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമെന്നും ആക്ഷേപം. BMBC നിലവാരത്തിൽ 6 വർഷം മുമ്പ് നവീകരിച്ച ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ. നിർമ്മാണത്തിലെ അപാകത തകർച്ചയ്ക്കു കാരണമെന്ന് ആക്ഷേപം. 6 വർഷം കൊണ്ട് തത്തംകോട് സെന്ററിലെ കൾവർട്ട് തകർന്നതായും പല ഭാഗത്തും റോഡ് വിണ്ടുകീറിയതായും സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുന്നതായും പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.